ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മകളെ പോലും ഭയക്കുകയാണ് BJP. അതുകൊണ്ട് 50 വർഷം മുൻപത്തെ സംഭവങ്ങളെ ആധാരമാക്കി ആ ഇന്ദിരയെ ആക്ഷേപിക്കുകയാണ് BJP. പക്ഷേ സംഭവം കർണാടകത്തിലായതുകൊണ്ട് BJPക്ക് 8ന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത്. അതായത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ അഡോൾഫ് ഹിറ്റ്ലറുമായി താരതമ്യം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് കർണാടകയിലെ BJP. ഇതുവരെ ആരും ചെയ്യാത്ത രീതിയിൽ ഇന്ദിരാഗാന്ധിയെ അപമാനിച്ച കർണാടക BJPയെ ഒന്നടങ്കം തൂക്കിയെടുക്കാനാണ് DK ശിവകുമാറിന്റെ നിർദ്ദേശം. KPCC ഒരു നേതാവിനെ ചുമതലപ്പെടുത്തി അതിനുവേണ്ടി തന്നെ. അതുപ്രകാരം കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി S മനോഹർ ബംഗളൂരുവിലെ ഹൈഗ്രൗണ്ട്സ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ആ പരാതിയെ തുടർന്ന് കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. 38 സെക്കൻഡുള്ള വീഡിയോ പൂർണ്ണമായും ഇന്ദിരാഗാന്ധിയെ അപമാനിക്കാനും കോൺഗ്രസ് പ്രവർത്തകരെ ദേഷ്യപ്പെടുത്താനും വേണ്ടി മാത്രമായിട്ടാണ് BJP ഇട്ടിരിക്കുന്നത്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. Today I declare emergency and take the country under my control. June 25th, 1975. The night India lost its voice. Emergency declared. Democracy buried. Fear ruled the streets. Press silenced. Leaders jailed. Freedom stolen. Forced curfews. Forced sterilizations. Forced silence. A nation watched, helpless. For 21 months, darkness reigned. This was our warning. Never forget. Never again. അതായത് ഇന്ദിര എന്നാൽ ഇന്ത്യ എന്നല്ല, ഇന്ദിര എന്നാൽ ഹിറ്റ്ലർ എന്നാണ് അർത്ഥം എന്നൊരു അടിക്കുറിപ്പോടെയാണ് BJP ഇത്തരം അപകീർത്തികരമായ AI വീഡിയോ അവരുടെ X ഹാൻഡിലിൽ പങ്കുവച്ചത്. 38 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് ഹിറ്റ്ലറുടേതിന് സമാനമായ മീശയും AI ഉപയോഗിച്ചവർ ചേർത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും രാജ്യം എൻ്റെ അധീനയിലാക്കുകയും ചെയ്യുന്നു എന്ന് ആ വീഡിയോയിൽ ഇന്ദിരാഗാന്ധി പറയുകയാണ്. അങ്ങനെ ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ദിരാഗാന്ധിയെ തീർത്തും ജനങ്ങളിൽ നിന്ന് എതിരാക്കാനുള്ള ഒരു തന്ത്രവുമായിട്ടാണ് ഈ വീഡിയോ BJP പുറത്തിറക്കിയിരിക്കുന്നത്. 50 വർഷം മുൻപ് അടിയന്തരാവസ്ഥ സമയത്ത് ഇന്ദിരാഗാന്ധി ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നും അവരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി അതോടൊപ്പം തന്നെ കോൺഗ്രസിനെയും കരിവാരിത്തയക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ വീഡിയോയാണ് കർണാടകയിൽ BJPക്ക് ഇപ്പോൾ പണി കിട്ടാൻ പോകുന്നത്. അങ്ങനെ ഒരു ഏകാധിപതിയായ ഇന്ദിരയെ ഇന്ത്യ ഇതുവരെ കാണാത്ത സ്ഥിതിക്ക് ഇത് അപമാനിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു അജണ്ടയാണ് BJPയുടേത്. മുൻ പ്രധാനമന്ത്രിയെ അവഹേളിക്കാനും അതുവഴി നെഹ്റു പരമ്പരയിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളെയും താറടിച്ചു കാണിക്കാനുമുള്ള ഒരു ശ്രമം കൂടി ഇതിലുണ്ട്. അതുമാത്രമല്ല, സമുദായങ്ങൾക്കിടയിൽ ശത്രുത വളർത്താനും ലക്ഷ്യമിട്ടുള്ള ഒരു വീഡിയോയാണ് ഇത് എന്ന് കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപ്രകാരം ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 190 അതായത് കലാപമുണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെയുള്ള പ്രകോപനം, അതുപോലെ 353 വകുപ്പ് പ്രകാരം പൊതുജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന പ്രസ്താവനകൾ എന്നിവ പ്രകാരമാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തക്കതായ നടപടികൾക്കായി കാത്തിരിക്കുകയാണ് കർണാടക പോലീസ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണെന്ന് അറിയിക്കുന്ന പോലീസ് കനത്ത ശിക്ഷ ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ എടുത്തു കഴിഞ്ഞു. BJP പ്രവർത്തകർക്ക് മാത്രമല്ല, മോദി അടക്കമുള്ള നേതാക്കൾക്കെല്ലാം വലിയ ഭയമാണ് നെഹ്റുവിന്റെ ആശയങ്ങളും അവരെ കുറിച്ചുള്ള ഓർമ്മകളുമെല്ലാം. ഇന്ദിരയുടെ രക്തസാക്ഷിത്വം കുറിച്ച് നമുക്കറിയാം. രക്തസാക്ഷിത്വം മനഃപൂർവ്വം മറന്ന് അവിടെ സർദാർ വല്ലഭായ് പട്ടേലിനെ ഉയർത്തിക്കൊണ്ടുവന്നതെല്ലാം ഇതിന്റെ ഭാഗം തന്നെയാണ്. ഏതായാലും ഇന്ദിരാഗാന്ധിയെ അപമാനിച്ചിരിക്കുന്നത് കർണാടകയിൽ വെച്ചാണ്. അതുകൊണ്ട് പണി ഏറ്റുവാങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ് BJP.